ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. വയനാട് ദുരിതബാധിതർക്ക് 1000 സ്ക്വയർ ഫീറ്റിൽ ഒറ്റനില വീട് നിർമ്മിച്ച് നൽകുമെന്ന് സർക്കാർ അറിയിച്ചു. വീട് നഷ്ടപ്പെട്ടവർക്കായിരിക്കും പ്രഥമ പരിഗണനയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സർവകക്ഷി യോഗത്തിൽ അറിയിച്ചു. രണ്ടാം ഘട്ടത്തിൽ വീട് മാറി താമസിക്കേണ്ടി വന്നവരെ പരിഗണിക്കും. സർക്കാർ ഒരുക്കുന്ന ടൗൺഷിപ്പിൽ ഒരേ രൂപരേഖയിലുള്ള വീടുകളാണ് നിർമ്മിക്കുക. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ 58 കുടുംബങ്ങളിലെ എല്ലാവരും മരണപ്പെട്ടുവെന്ന് മന്ത്രി കെ രാജൻ അറിയിച്ചു. 1 മാസം കൊണ്ട് താൽക്കാലിക പുനരധിവാസം പൂർത്തിയായെന്നും വാർത്താസമ്മേളനത്തിൽ മന്ത്രി പറഞ്ഞു. മരണാനന്തര ധനസഹായമായി 93 കുടുംബങ്ങൾക്ക് 8 ലക്ഷം രൂപ വീതം വിതരണം ചെയ്തു എന്നും മന്ത്രി പറഞ്ഞു. വയനാട് ദുരന്തത്തെ തുടർന്നുണ്ടായ സംസ്ഥാന സർക്കാരിൻ്റെ ധനസഹായ വിതരണത്തിൽ വലിയ പാളിച്ചയുണ്ടായെന്ന് ആരോപിച്ച് കൽപ്പറ്റ MLA T സിദ്ദീഖ്. ധനസഹായ വിതരണത്തിന് പഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ പങ്കാളിത്തം തങ്ങൾ നിർദ്ദേശിച്ചിരുന്നുവെന്നും എന്നാൽ സർക്കാർ പാലിച്ചില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. വയനാടിന് കൈത്താങ്ങായി സംസ്ഥാനത്തെ കുടുംബശ്രീ അംഗങ്ങളും ജീവനക്കാരും ആദ്യഘട്ടമായി സമാഹരിച്ച 20 കോടിയിലധികം തുക മുഖ്യമന്ത്രിക്ക് കൈമാറി. ഞങ്ങളുടെ കൂടെ എന്ന പേരിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള ഫണ്ട് ശേഖരണം കുടുംബശ്രീ തുടരുകയാണ്. ലോകത്തെ ഏറ്റവും വലിയ ചരക്ക് കപ്പൽ കമ്പനിയായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ മദർഷിപ്പ് ഡേയിലായി ഇന്ന് രാവിലെ വിഴിഞ്ഞത്തെത്തും. 366 മീറ്റർ നീളവും 51 മീറ്റർ വീതിയുമുള്ളതാണ് ഈ കൂറ്റൻ കപ്പൽ. വിഴിഞ്ഞത്ത് ചരക്ക് ഇറക്കിയ ശേഷം കപ്പൽ കൊളംബോയിലേക്ക് പോകും. അദാനി പോർട്സിൻ്റെ പ്രധാന ചരക്ക് നീക്ക പങ്കാളിയാണ് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി. നഗരങ്ങളിൽ 2 സെന്റ് വരെയുള്ള ഭൂമിയിൽ നിർമ്മിക്കുന്ന ചെറിയ വീടുകൾക്ക് ഇളവ്. കോർപ്പറേഷൻ മുനിസിപ്പൽ അതിർത്തിക്കുള്ളിൽ 2 സെന്റ് വരെയുള്ള ഭൂമിയിൽ നിർമ്മിക്കുന്ന 100 ചതുരശ്ര മീറ്റർ വരെയുള്ള വീടുകൾക്ക് മുന്നിൽ 3 മീറ്റർ വരെയുള്ള വഴിയാണെങ്കിൽ ഫ്രണ്ട് യാർഡ് സെറ്റ് ബാക്ക് 1 മീറ്റർ ആയി കുറച്ചുകൊണ്ട് ചട്ട ഭേദഗതി കൊണ്ടുവരുമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് പറഞ്ഞു. താമസത്തിന് അനുയോജ്യമായ വേറെ ഭൂമിയില്ലാത്ത കുടുംബങ്ങൾക്കാണ് നിബന്ധനകൾക്ക് വിധേയമായി ഈ ഇളവ് ലഭിക്കുക. ക്യാൻസർ ചികിത്സാ ചെലവ് ചുരുക്കുന്നതിൽ രാജ്യത്തിനാകെ മാതൃകയാവുന്ന ചുവടുവയ്പ്പാണ് കാരുണ്യ സ്പർശമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. തെരഞ്ഞെടുക്കപ്പെട്ട കാരുണ്യ ഫാർമസികളിൽ പ്രവർത്തനമാരംഭിക്കുന്ന കാരുണ്യ സ്പർശം സീറോ പ്രോഫിറ്റ് ആൻറ്റി ക്യാൻസർ ഡ്രഗ് കൗണ്ടറുകളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കെട്ടിക്കിടക്കുന്ന പരാതികൾക്കായി അദാലത്തുകൾ നടത്തേണ്ടി വരാത്ത വിധം കാര്യക്ഷമമായി തദ്ദേശ സ്വയംഭരണ സംവിധാനത്തെ മാറ്റിയെടുക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് പറഞ്ഞു. തിരുവനന്തപുരം കോർപ്പറേഷൻ തല അദാലത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കൊച്ചിയിൽ നടത്താനിരിക്കുന്ന സിനിമാ നയ രൂപീകരണ കോൺക്ലേവിൽ നിന്നും ആരോപണ വിധേയരെ മാറ്റി നിർത്തുന്നതെന്ന് പരിഗണിക്കുമെന്ന് സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ ഷാജി N കരുൺ പറഞ്ഞു. ഇക്കാര്യത്തിൽ 2-3 ദിവസത്തിനകം സർക്കാരിൽ നിന്നും തീരുമാനമുണ്ടാകും. WCCയുടെ ആവശ്യം ന്യായമാണെന്നും ഇക്കാര്യത്തിൽ വൈകാതെ തീരുമാനമുണ്ടാകുമെന്നും ആരോപണ വിധേയർ പദവികൾ രാജിവെക്കുന്നത് അവർ സ്വയം തീരുമാനിക്കേണ്ട കാര്യമാണെന്നും ഷാജി N കരുൺ പറഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തിവെച്ച സംസ്ഥാന സർക്കാരിനെ 1-ാം പ്രതിയാക്കി പ്രോസിക്യൂട്ട് ചെയ്യണമെന്ന് NK പ്രേമചന്ദ്രൻ MP പറഞ്ഞു. ഗുരുതര പരാമർശങ്ങൾ ഉണ്ടായിട്ടും 4.5 വർഷം റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചത് ഗുരുതര ക്രിമിനൽ കുറ്റമാണെന്നും കുറ്റാരോപിതരായ പ്രമുഖരെ സംരക്ഷിക്കാനാണ് റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചതെന്നും ക്രിമിനൽ കുറ്റത്തിന് നേതൃത്വം കൊടുത്ത സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും പ്രോസിക്യൂട്ട് ചെയ്യണമെന്നും പ്രേമചന്ദ്രൻ ആവശ്യപ്പെട്ടു. സിനിമാ മേഖലയിലെ ലൈംഗികാരോപണങ്ങൾ അന്വേഷിക്കുന്ന പ്രത്യേക സംഘത്തിനെതിരെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. അന്വേഷണ സംഘത്തിൽ മുഴുവൻ വനിതാ ഉദ്യോഗസ്ഥർ വേണമെന്നും നിലവിൽ ആർക്കും അന്വേഷിക്കാം എന്ന മട്ടിലാണ് കാര്യങ്ങളെന്നും തിരുവഞ്ചൂർ പറഞ്ഞു. സ്ത്രീകളാണ് പരാതിക്കാർ. അവർക്ക് കാര്യങ്ങൾ തുറന്നു പറയാൻ പറ്റുന്ന അന്വേഷണ ഉദ്യോഗസ്ഥർ വേണം. ഇതിപ്പോൾ പ്രസവ വാർഡ് എന്ന് പറഞ്ഞിട്ട് പുരുഷന്മാരെ കയറ്റിയിരുത്തും പോലെയാണെന്നും അദ്ദേഹം പരിഹസിച്ചു. കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ സർക്കാരിന് വിമർശനവുമായി ഹൈക്കോടതി. വിവാദ പോസ്റ്റിൻ്റെ ഉറവിടം കണ്ടെത്തണമെന്ന് ഹൈക്കോടതി പറഞ്ഞു. മൊഴികളുടെ അടിസ്ഥാനത്തിൽ കിട്ടിയ നിരവധി പേരുകളിലുള്ള ചിലരെ ചോദ്യം ചെയ്തിട്ടില്ലെന്നും അവരെ ചോദ്യം ചെയ്യണമെന്നും ഹൈക്കോടതി ഉത്തരവിട്ടു. ഹർജിക്കാരായ MSF നേതാവിൻ്റെ പരാതിയിൽ എന്തുകൊണ്ട് കേസെടുക്കുന്നില്ലെന്നും ഹൈക്കോടതി ചോദിച്ചു. നടിയുടെ ലൈംഗിക പീഡന പരാതിയുടെ പശ്ചാത്തലത്തിൽ പ്രതിഷേധം കനത്തിട്ടും മുകേഷ് MLA സ്ഥാനം രാജിവെക്കേണ്ടെന്ന തീരുമാനത്തിൽ CPM അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ നിലവിൽ MLA
MLA സ്ഥാനത്ത് നിന്ന് രാജിവെക്കേണ്ടെന്നാണ് നിലപാട്. നാളത്തെ സെക്രട്ടേറിയറ്റ് യോഗവും വിഷയം ചർച്ച ചെയ്യും. തൽക്കാലം ചലച്ചിത്ര നയരൂപീകരണ സമിതിയിൽ നിന്ന് മുകേഷിനെ മാറ്റി നിർത്താനാണ് തീരുമാനം. മുഖ്യമന്ത്രി പിണറായി വിജയന് നടനും MLAയുമായ മുകേഷ് വിശദീകരണം നൽകിയെന്ന റിപ്പോർട്ട്. തനിക്കെതിരെ ഉയർന്ന ആരോപണം ശരിയല്ലെന്നും പരാതിക്കാരി തന്നെ ഭീഷണിപ്പെടുത്തിയെന്നുമാണ് മുകേഷ് പറയുന്നത്. നടി അയച്ച വാട്സപ്പ് സന്ദേശങ്ങൾ കൈവശമുണ്ടെന്ന് മുകേഷ് മുഖ്യമന്ത്രിയെ അറിയിച്ചു. രാജിക്കായി പ്രതിപക്ഷം ഉൾപ്പെടെ പ്രതിഷേധം ശക്തമാക്കുന്നതിനിടയിലാണ് വിശദീകരണം നൽകിയത്. സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ വിപണനം ലക്ഷ്യമിട്ട് വ്യവസായ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ കെ-ഷോപ്പി ഇ-കൊമേഴ്സിന് പോർട്ടലിന് തുടക്കമായി. കെൽട്രോണിൻ്റെ സഹായത്തോടെ BPTയുടെ മേൽനോട്ടത്തിലാണ് പോർട്ടൽ തയ്യാറാക്കിയത്. KSRTCയിലെ പെൻഷൻ വൈകുന്നതിൽ സർക്കാരിന് കർശനമായ മുന്നറിയിപ്പ് നൽകിയ ഹൈക്കോടതി. പെൻഷൻ മുടങ്ങിയതിൻ്റെ പേരിൽ ഇനിയൊരു ആത്മഹത്യ ഉണ്ടാകരുതെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. ഇത്തരം സംഭവങ്ങൾ ദുഃഖകരമാണെന്നും KSRTC പെൻഷൻ കിട്ടാതെ ആത്മഹത്യ ചെയ്യുന്ന സംഭവങ്ങളിൽ സർക്കാരിന് ദുഃഖം തോന്നുന്നില്ലേ എന്നും കോടതി ചോദിച്ചു. വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പസഫിക് ഏഷ്യ ട്രാവൽസ് അസോസിയേഷൻ്റെ 2024 വേൾഡ് അവാർഡ് കേരള ടൂറിസത്തിന് സമ്മാനിച്ചു. പാറ്റ ട്രാവൽ മാർട്ട് 2024 ഭാഗമായി തായ്ലൻഡിലെ ബാങ്കോക്ക് ക്വീൻ സിരിയറ്റ് നാഷണൽ കൺവെൻഷൻ സെൻ്ററിൽ നടന്ന ചടങ്ങിൽ ടൂറിസം ഡയറക്ടർ ശിഖ സുരേന്ദ്രൻ പുരസ്കാരം ഏറ്റുവാങ്ങി. മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് PV അൻവർ MLAയുടെ പാറാവ് നിന്ന പോലീസ് ഉദ്യോഗസ്ഥൻ കയറ്റിവിട്ടില്ല. SP-യുടെ വസതിയിൽ നിന്ന് മരങ്ങൾ മുറിച്ചെന്ന പരാതി അന്വേഷിക്കാനെന്ന പേരിലാണ് PV അൻവർ MLA ഇന്നലെ വൈകിട്ട് 5 മണിയോടെ മലപ്പുറത്ത് SP-യുടെ വീട്ടിലെത്തിയത്. SP-യുടെ വീട് ക്യാമ്പ് ഓഫീസാണെന്നും അകത്തേക്ക് കയറ്റിവിടണമെന്നും MLA പോലീസിനെ നിർബന്ധിച്ചു. MLAക്ക് അവകാശമുണ്ടെന്നും മുറിച്ച മരത്തിൻ്റെ കുറ്റി കാണണമെന്നും അൻവർ തുടർച്ചയായി ആവശ്യപ്പെട്ടെങ്കിലും മേലുദ്യോഗസ്ഥരുടെ അനുവാദം വാങ്ങിയാൽ മാത്രമേ അകത്തേക്ക് കടത്തൂവെന്ന് അറിയിച്ച് പോലീസ് ഉദ്യോഗസ്ഥർ അൻവറിനെ തടയുകയായിരുന്നു. ലൈംഗിക പീഡന പരാതിയിൽ നടനും MLAയുമായ മുകേഷിൻ്റെ അറസ്റ്റ് വൈകും. അടുത്ത മാസം 3 വരെ എറണാകുളം ജില്ലാ സെഷൻസ് കോടതി തടഞ്ഞു. ബലാത്സംഗം, സ്ത്രീത്വത്തെ അപമാനിക്കൽ, അതിക്രമിച്ച് കടക്കൽ എന്നീ കുറ്റങ്ങൾക്കാണ് മുകേഷിനെതിരെ കേസ്. മുൻകൂർ ജാമ്യാപേക്ഷ ഫയലിൽ സ്വീകരിച്ചാണ് ജില്ലാ സെഷൻ കോടതിയുടെ ഇടപെടൽ. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.